നമസ്കാരം. ആകർഷണ നിയമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട 4 വീഡിയോകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിനായി ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിരുന്നു. ആ വീഡിയോ കാണണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആകർഷണ നിയമത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നോക്കാം. 2 രീതിയിൽ നന്ദി അറിയിക്കാം. 1 ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, 2 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനേക്കാൾ എഴുതുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്, എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നത്, ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എന്ന് നോക്കാം. നമ്മൾ എപ്പോഴും പരാതികൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. എനിക്ക് അതില്ല, ഇതില്ല എന്ന് തുടങ്ങി എല്ലാത്തിനും പരാതികളാണ്. നമ്മുടെ അടുത്ത ഒരാൾക്കുള്ള സൗകര്യങ്ങൾ നമുക്കില്ലാതെ വരുമ്പോഴുള്ള വിഷമങ്ങളാണ് പലപ്പോഴും കൂടുതലും നമ്മുടെ പരാതികളായി വരുന്നത്. പരാതി പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാന വേർഡ് ഇല്ല എന്നാണ്. ഇല്ല എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവ് എനർജിയെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്നാൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേർഡാണ്. എനിക്കൊരു കാറുണ്ട്, എനിക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടുണ്ട്, എൻ്റെ വീട്ടിൽ നിറയെ വേലക്കാരുണ്ട്, എല്ലാം പോസിറ്റീവാണ്. പക്ഷേ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അവൻ പൊങ്ങച്ചം പറയുകയാണ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് വാക്കുകളും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്താണ് പറയാൻ പറ്റുക? പോസിറ്റീവായതിനൊക്കെ നന്ദി പറയുക. അപ്പോൾ ഇങ്ങനെ പറയാം, എനിക്കൊരു കാറുണ്ട്, അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. അപ്പോൾ അത് പൊങ്ങച്ചമല്ലാതായി മാറും. നന്ദി എന്ന വാക്കിന് അത്രയും പ്രാധാന്യം അവിടെ ലഭിച്ചിട്ടുണ്ട്. നന്ദി യൂണിവേഴ്സിനോട് പറഞ്ഞ് ശീലിക്കുക. നമുക്കുള്ളതിനെല്ലാം നന്ദി പറഞ്ഞാൽ നമുക്കില്ലാത്തതും നമ്മിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി വ്യക്തികളോടും നന്ദി പറയാൻ നമ്മൾ ശീലിച്ചാൽ പരസ്പര ബഹുമാനവും കൂടും. കൂടാതെ പുതിയൊരു സംസ്കാരത്തിന് അത് തുടക്കമിടുകയും ചെയ്യും. ചില സമയങ്ങളിൽ നന്ദി എന്ന വാക്ക് മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്. ഒരു കാര്യം സൂചിപ്പിക്കാം. നമ്മൾ ഒരേ കാര്യം തന്നെ വ്യത്യസ്തരായ 2 പേർക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് അവർക്ക് വേണ്ടി നമ്മളത് ചെയ്തു കൊടുത്തത്. അതായത് വളരെ കഠിനാധ്വാനം അതിലുണ്ടായിരുന്നു എന്നും വിചാരിക്കുക. അതിൽ ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞു, മറ്റേയാൾ നന്ദി പറയാതെ തിരിഞ്ഞു നടന്നുപോയി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു അടുപ്പം നന്ദി പറഞ്ഞ ആളിനോട് തോന്നും. ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ആവശ്യം നേടുന്നതിനായി ഇതേ 2 പേരും നമ്മളെ സമീപിച്ചാൽ നമ്മൾ ആർക്കാണ് ആദ്യം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്? ഒരു സംശയം കൂടാതെ പറയാം, നന്ദി പറഞ്ഞ ആളിനായിരിക്കും. ഇത് നമ്മൾ വെളിപ്പെടുത്താനൊന്നും പോകാറില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ അതുണ്ടായിരിക്കും. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു തത്വം ആകർഷണ നിയമത്തിലും നന്ദി പറയുന്നതിലൂടെ അല്ലെങ്കിൽ എഴുതുന്നതിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോഴാണ് വീണ്ടും ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത്. നന്ദി പറയാനായി ഉപയോഗിക്കുന്ന വാക്കുകൾ ചെന്നു നിൽക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്, സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതുകൊണ്ട് അവിടെ ആകർഷണ നിയമവും പ്രവർത്തിച്ചു തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആകർഷണ നിയമം പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ പറയുന്ന വാക്ക് ശക്തമായിരിക്കണം, ചിന്തകൾ ശക്തമായിരിക്കണം, വൈകാരികമായിരിക്കണം. ഇവിടെ നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്ന വാക്കാണ് ആകർഷണ നിയമത്തിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നന്ദി എന്ന വാക്ക് അവിടെ ഒരു സ്വിച്ച് വേർഡായി മാറുകയാണ്. സ്വിച്ച് വേർഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനായി ഉപബോധ മനസ്സിന് നൽകുന്ന ഒരു എനർജി ആയിട്ടാണ്. ഒരു ദിവസം എത്ര കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയുന്നത്, അതിനനുസരിച്ച് നന്ദി എന്ന വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കും. പഴയ കാലത്ത് മന്ത്രങ്ങൾ ഉരുവിട്ടിരുന്നത് വാക്യങ്ങളായിട്ടല്ല, അതിനെ ചുരുക്കി വാക്കുകളും അക്ഷരങ്ങളുമായിട്ടാണ്. അവിടെ സംഭവിക്കുന്നത് ഒരു വാക്കോ അക്ഷരമോ നിരന്തരമായി ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ ആ വാക്കിന് പവർ അഥവാ ശക്തി ഉണ്ടാകും എന്ന തത്വമാണ് അവിടെ പ്രവർത്തിക്കുക. അതായത് അങ്ങനെ ഉച്ചരിക്കുന്ന വാക്ക് ഉപബോധ മനസ്സിലേക്ക് കടക്കുന്നതോടെയാണ് ആ വാക്കിന് ജീവൻ വെക്കുന്നത്. അക്ഷരം അഗ്നിയാണ്, കടഞ്ഞാൽ അത് കത്തും എന്ന കവിവാക്യം എത്രയോ ശരിയാണ്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നന്ദി പറയേണ്ടത് എന്ന് നോക്കാം. ജീവിതത്തിൽ ലഭിച്ച എന്ത് കാര്യത്തിനും നന്ദി പറയാം. പറയേണ്ടത് പ്രപഞ്ചശക്തിയോടാണ്, യൂണിവേഴ്സിനോടാണ്. എന്നാൽ കേൾക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സായിരിക്കും.
അതിനുശേഷം നന്ദി എന്ന വാക്ക് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെ ആകർഷിക്കുന്നതിനായി പ്രസരിക്കും. അങ്ങനെയാണ് ആകർഷണ നിയമം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ പ്രവർത്തിക്കുന്നത്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ സംഭവിക്കുന്നത്, അവിടെ രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ച് നടക്കുന്നു. ഒന്ന്, ഒരു കാര്യത്തെ നമ്മൾ ഓർമ്മിക്കുന്നു, അതോടൊപ്പം ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാകുന്നു. രണ്ട്, അതിനനുസരിച്ച് നമ്മൾ എഴുതുക എന്ന പ്രവൃത്തിയിലും ഏർപ്പെടുന്നു. നന്ദി പറയുന്ന സമയത്ത് നമ്മുടെ ചിന്തയും മനസ്സും മാത്രമേ പ്രവർത്തിച്ചുള്ളൂവെങ്കിൽ എഴുതുക എന്ന പ്രവൃത്തി ചെയ്തതിലൂടെ ആ വാക്ക് കുറച്ചുകൂടെ ശക്തമായി ഉപബോധ മനസ്സ് ഏറ്റെടുക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് തന്നെയാണ്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ എഴുതാമെന്നും കൂടെ നോക്കാം. നമുക്ക് ഈശ്വരൻ എന്തൊക്കെ നന്മകളാണ് തന്നിട്ടുള്ളത്, അതിനൊക്കെ നന്ദി അറിയിക്കണം. നന്ദി അറിയിക്കുമ്പോൾ ആദ്യം വേണ്ടത് പ്രപഞ്ചത്തിനാണ്, യൂണിവേഴ്സിനാണ്, ഈശ്വരനാണ്. താങ്ക് യു യൂണിവേഴ്സ് എന്നോ പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നോ എഴുതാം. എഴുതുമ്പോൾ കഴിയുന്നതും ഷോർട്ടായി എഴുതാം. ധാരാളം വാക്കുകൾ ചേർത്ത് നീണ്ട ഒരു വാക്യമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. രണ്ടാമതായി നന്ദി അറിയിക്കേണ്ടത് നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്കാണ്. എഴുതുമ്പോൾ എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എന്ന് വേണമെന്നില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എന്ന് മാത്രം മതിയാകും. ഇനി തുടർച്ചയായി ഏതിനൊക്കെയാണ് നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്നത്, അതിനൊക്കെ നന്ദി അറിയിക്കാം. ആരോഗ്യമുള്ള ഒരു ശരീരം തന്നതിന് നന്ദി. മാത്രമല്ല, കഴിയുമെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നന്ദി പറയണം. ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാനുള്ള കണ്ണുകൾ തന്നതിന് നന്ദി. ഈ പ്രപഞ്ചത്തിലെ മണങ്ങൾ തിരിച്ചറിയാനുള്ള മൂക്ക് തന്നതിന് നന്ദി. അങ്ങനെ ശരീരത്തിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അവയവത്തിനും നന്ദി പറയാം. കാരണം ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളതിന് നന്ദി പറയണം. ഉള്ളതിൻ്റെ കണക്കെടുത്താൽ മനസ്സിലാകും നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന്. നല്ല ആഹാരം തന്നതിന് നന്ദി. ആഹാരം തയ്യാറാക്കി തന്നയാളിനും നന്ദി പറയുക. നല്ലൊരു ഭാര്യയെ തന്നതിന് നന്ദി. നല്ലൊരു ഭർത്താവിനെ തന്നതിന് നന്ദി. നല്ല കുഞ്ഞുങ്ങളെ തന്നതിന് നന്ദി. നല്ലൊരു വീട് തന്നതിന് നന്ദി. നല്ലൊരു ജോലി തന്നതിന് നന്ദി. നല്ല സുഹൃത്തുക്കളെ തന്നതിന്, നല്ല കാമുകിയെ തന്നതിന്, നല്ല വസ്ത്രങ്ങൾ തന്നതിന്, നല്ല കമ്പ്യൂട്ടർ തന്നതിന്, നല്ല മൊബൈൽ ഫോൺ തന്നതിന്, അങ്ങനെ എന്തിനും നമുക്ക് ലഭിച്ചതിനൊക്കെ നന്ദി എഴുതാം. എത്രയൊക്കെ കാര്യങ്ങൾക്ക് നന്ദി എഴുതാൻ കഴിയുമോ അത്രയും നല്ലതാണ്. അത്രയും പ്രാവശ്യം നമ്മൾ അവിടെ നന്ദി എന്ന വാക്ക് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും എഴുതുമ്പോൾ അത് എഴുതി തീരുന്നതുവരെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്ദി എഴുത്ത് അല്ലെങ്കിൽ പറയുക എന്ന് പറയുന്നത് ഒരു ചടങ്ങായി ഒരിക്കലും മാറിപ്പോകരുത്. സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം. നന്ദി പറയുന്നത് അക്കമിട്ട് എണ്ണി തികയ്ക്കാനും നിൽക്കണ്ട. ഇന്ന് 25 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു, നാളെയും അത് വേണമല്ലോ എന്ന് ചിന്തിച്ച് മനസ്സിനെ നെഗറ്റീവാക്കി ഒരിക്കലും മാറ്റരുത്. ഒരു ദിവസം എത്ര കാര്യങ്ങൾക്കാണോ നന്ദി അറിയിക്കാൻ തോന്നുന്നത് അന്ന് അത് മതിയാകും. കഴിയുന്നതും എഴുതാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും എഴുതുക. ഒരു ബുക്കിലോ ഒരു കഷ്ണം പേപ്പറിലോ എഴുതാവുന്നതാണ്. എഴുതാൻ തീരെ സമയമില്ലാത്ത ആളാണെങ്കിൽ മാത്രം പരമാവധി പറയാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ട ഏറ്റവും നല്ല സമയം രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെയും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപുമാണ്. ഇതിലൊരു സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ രണ്ട് സമയത്തിലും ഏറ്റവും നല്ലത് രാവിലെ തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം, രാവിലെ ഉണരുമ്പോൾ നമ്മുടെ മനസ്സ് തീർത്തും ഫ്രീ ആണ്. ഒരു ചിന്തകളും കടന്നു വരാത്ത ഒരു സമയമാണ്. എന്നാൽ രാത്രി എല്ലാ ചിന്തകളുമായും യുദ്ധം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയവുമാണ്. ആ സമയം ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. കഴിയുന്നതും അതിരാവിലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. നമ്മൾ സ്വയം പറയുകയോ എഴുതുകയോ ചെയ്യുന്നത് മാത്രമല്ല നന്ദി, എല്ലാറ്റിനും മറ്റുള്ളവരോടും നന്ദി പറയുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ കുട്ടികളിലും ശീലമാക്കുക. നന്ദി ഹൃദയത്തിൽ തൊട്ട് പറയാൻ ശ്രമിക്കുക. നന്ദി പറയുമ്പോൾ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്ന് അത് ശീലമാക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആദരവും സ്നേഹവും ബഹുമാനവും ലഭിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ടീ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ചായ റെഡിയാക്കി നമുക്ക് തരുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുക. അതിൻ്റെ ക്യാഷ് നമ്മൾ കൊടുത്തു, അതിൻ്റെ ബാലൻസ് തരുമ്പോഴും താങ്ക് യു എന്ന് പറയുക. നമ്മൾ ഫോറിനേഴ്സിനെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. വിദേശികൾ എന്ത് കാര്യത്തിനും താങ്ക് യു പറഞ്ഞുകൊണ്ടേയിരിക്കും.
അതൊരു ശീലമാക്കാത്ത നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ലജ്ജ തോന്നാം. നന്ദി എന്ന വാക്കിനെ ചില ഫംഗ്ഷനുകളുടെ അവസാനത്തിൽ ഔപചാരികമായ ഒരു വാക്കായി മാറ്റുന്നത് പോലെ അല്ല നമ്മൾ പറയേണ്ടത്. തികഞ്ഞ സന്തോഷത്തോടെ ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. അതിനുള്ള ഫലവും യൂണിവേഴ്സ് നമുക്ക് തരുന്നതാണ്. മീഡിയ 3 മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ കഴിഞ്ഞ 4 വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ആകർഷണ നിയമത്തിൻ്റെ മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.